ആദ്യം പാലക്കാടാണ് പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് PM നിയാസ്, എനിക്കറിയാം താങ്കൾക്ക് ചേലക്കരയുടെ ചുമതലയായിരുന്നു. പക്ഷേ പാലക്കാടാണല്ലോ ആ തരത്തിൽ ഉറ്റുനോക്കുന്നത്. ഒരു എല്ലാ ഘട്ടങ്ങളിലും വിവാദങ്ങൾ നിറഞ്ഞ പ്രചാരണമായിരുന്നു. അപ്പോൾ പാലക്കാട് എന്താണ് നിങ്ങളുടെ ഈ മണിക്കൂറിലെ പ്രതീക്ഷ? പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 50 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് LDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അസംബ്ലി ആണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലും നമുക്ക് എല്ലാ ഘട്ടത്തിലും പാലക്കാട് അസംബ്ലി സെഗ്മെൻറ്റ് UDFനൊപ്പം നിന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലാണ് BJPക്ക് ഒരു ക്രമാതീതമായ വളർച്ച അവിടെ ഉണ്ടായത്. അതിനൊരു കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച, അവരുടെ അസംബ്ലിയിൽ മത്സരിച്ച ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ശ്രീധരൻ്റെ വരവ് കൊണ്ടാണ് അവിടെ ഒരു ക്രമാതീതമായ വരവുണ്ടായത്. അതിനുശേഷമാണ് 2024 പാർലമെൻറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം ആ പാർലമെൻറ്റിൽ അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായ വ്യത്യാസം, അതും നമ്മൾ ആലോചിക്കണമല്ലോ. ആ വ്യത്യാസം കഴിഞ്ഞ തവണ 9707 അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് നമുക്ക് 50,000-ൽ നിന്നും 43,072 കുറയുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും, അത് അസംബ്ലി പാർലമെൻറ്റും കൂടി ചേർത്ത് ഇന്ന് പരിശോധിച്ചാലും, അവിടെ UDFും 2ാം സ്ഥാനത്ത് കാലങ്ങളായി വന്നിട്ടുള്ളത് BJPയുമാണ്. അതുകൊണ്ട് തന്നെ BJPയേക്കാൾ ഞാനിത് പറയാൻ കാരണം 2 കാര്യമാണ് സ്മൃതി. ഒന്ന്, അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പാണ്, ബൈ ഇലക്ഷനാണ്. ഐ ഡു സപ്പോർട്ട് ദാറ്റ്. പക്ഷേ ആ അസംബ്ലി സപ്പോർട്ടിൽ കഴിഞ്ഞ തവണ ഉള്ള ശ്രീധരൻ്റെ ഒരു അപ്രമാദിത്വം അവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ തവണ ഇതേ BJPയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ മത്സരിച്ചത്. അത് ശ്രീകണ്ഠനാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് പരമാവധി 43,072 വോട്ട്. പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ BJPക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ 3ാം തവണ വരിക എന്നതൊക്കെ പറഞ്ഞത് ഒരു വൈകാരിക പ്രശ്നമാണ്. ആ വൈകാരിക പ്രശ്നത്തിൽ BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള 2-3 മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട്. ആ നിലയ്ക്കുള്ള വോട്ടുകൾ പിടിക്കാൻ പോലും ശ്രമിച്ചിട്ട് പോലും 43,072 വോട്ടായി ചുരുങ്ങിയ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റിൽ നിന്നും ഒരടി മുന്നോട്ടല്ലാതെ കേരളത്തിൽ CPMുമായി ഞങ്ങളുടെ ഭരണവിരുദ്ധ വികാരം, CPMനെതിരായ ഭരണവിരുദ്ധ വികാരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടാവുന്നത് 1 ഡിഗ്രിയെങ്കിലും മുന്നോട്ടല്ലാതെ പുറകോട്ട് പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാളും നല്ല ഒരു പാറ്റേണിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിച്ചു. BJPയിലും CPMലും തന്നെ വലിയ രീതിയിലുള്ള വികാരങ്ങൾ അവിടെ ഉണ്ടായി. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് പോളിംഗ് ശതമാനത്തിൽ കൂടി പ്രതിഫലിക്കേണ്ടതല്ലേ? സാധാരണഗതിയിൽ ഈ തരത്തിൽ പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFന് അനുകൂലമാവുക എന്നുള്ളൊരു ട്രെൻഡുണ്ട്. അത് അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അതിശക്തമായ പ്രചാരണങ്ങൾ, ഇതുവരെ ഇല്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരു യുദ്ധമെന്ന മട്ടിലാണ് 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചത്. എന്നിട്ട് പോളിംഗ് ശതമാനം എത്രയായിരുന്നു എന്നുള്ളത്, 5% പോളിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് എന്ത് സൂചനയാണ് നൽകുന്നത്? ശ്രീ നിയാസ്, ഞാനൊരു കാര്യം ശ്രീജിയോട് ചോദിക്കട്ടെ. പാലക്കാട്ടെ MLA ആയിരുന്നു ഷാഫി പറമ്പിൽ. നമ്മുടെ സജീഷിൻ്റെ നിയോജകമണ്ഡലത്തിൽ, എൻ്റെ ജില്ലയിലുള്ള വടകര നിയോജകമണ്ഡലത്തിൽ എന്തൊരു കേരളത്തിൽ ഇത്രയേറെ വിവാദങ്ങളും ഇത്രയേറെ തർക്കങ്ങളും ഇത്രയേറെ തർക്ക വിഷയങ്ങളും ഉണ്ടായി. കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളും അതുപോലെ വിഷയങ്ങളും ഉണ്ടായിട്ടും അവിടെ പോളിംഗ് കുറയുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. അവിടെ പോളിംഗ് കുറഞ്ഞിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പകിട്ട് കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ, ഭൂരിപക്ഷം കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബൈ ഇലക്ഷനും പാർലമെൻറ്റിലെ സാധാരണ തെരഞ്ഞെടുപ്പും അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ബൈ ഇലക്ഷനിൽ പലപ്പോഴും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ നമുക്ക് അത്ര വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങ് പറയുന്ന ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വയനാടാണ്. വയനാട് പോലും പോളിംഗ് കുറഞ്ഞാൽ പോലും ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിച്ച് ഭൂരിപക്ഷത്തിന് വലിയ മാറ്റമുണ്ടാവില്ല എന്ന് കണക്കാക്കാൻ കാരണം എതിർ സ്ഥാനാർത്ഥികൾക്ക് 2 വോട്ട് വലിയ രീതിയിൽ വോട്ട് ഷെയർ കുറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്ന ഒരു പരാതി പോലും വയനാട് ഉണ്ടാവുകയില്ല. അതുതന്നെയാണ് പാലക്കാട്. പാലക്കാട് ഒരു കാര്യം കൂടി എനിക്കത് വിശദമായി പറയാനുണ്ട്. അതൊന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്.
BJP സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്തുള്ളത് BJP ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടേണ്ടത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. പെരിയാരിൽ നിന്നോ കണ്ണാടിയിൽ നിന്നോ മാത്തൂരിൽ നിന്നോ അവർക്ക് എന്തായാലും ഒരു അപ്പർ ഹാൻഡ് അവരും പ്രതീക്ഷിക്കുന്നില്ല, മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ശതമാനം കുറഞ്ഞത് നമ്മൾ എന്താ പറയുക താഴത്ത് അത്രയും മൈക്രോ ലെവലിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലല്ലേ. അപ്പോൾ അതിൻ്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു 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 നഷ്ടം സംഭവിക്കാൻ കൂടുതൽ ഇടയുള്ളത് BJPക്കാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ UDF സാധ്യതയുള്ള പെരിയാരിയും അതുപോലെ മാത്തൂരും വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവിടെ നമുക്ക് ചെറിയ വ്യത്യാസമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ വ്യത്യാസം ഉണ്ടായെങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, എല്ലാ കാലങ്ങളിലും ഒരു ധാരണയുണ്ട്. ഈ ശതമാനം കുറഞ്ഞാൽ അത് LDFനാണ്, ശതമാനം കുറഞ്ഞാൽ അത് UDFന് നഷ്ടപ്പെടും, ശതമാനം കൂടിയ അതൊന്നും കഴിഞ്ഞ കുറേ കാലങ്ങളെ പരിശോധന എടുത്തു നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്തുവോ, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എത്ര ശതമാനം വോട്ട് ചെയ്യാൻ വന്നില്ല, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ എത്ര കുറഞ്ഞു, അത് ഞങ്ങൾ പരിശോധിച്ചു. താഴെ തട്ട് വരെ പരിശോധിച്ചു, 180 ബൂത്തുകളിൽ നമ്മൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഞങ്ങളും BJPയും അവിടെ അതാണല്ലോ പ്രധാനം, BJPയുമായി പരിശോധിച്ചപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ വോട്ടുകൾ ചെയ്യാൻ ബാക്കിയുള്ളത് BJPയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ പറയും വോട്ട് ഷെയറിൽ ഞങ്ങൾ കൂടുതൽ വരും. അതുകൊണ്ട് കൂടിയാണ് 3000 വോട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ 3000 അധികം വോട്ടുകൾ എന്നുള്ളത് 10,000 അടുത്ത് വരെ 7,000 മുകളിൽ 8,000 മുകളിൽ വരുമെന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസം വിചാരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, ബൂത്തുകളിൽ നിന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.